और आज प्रभु का आराधना करने का दिन में प्रभु को हम एक साथ इकट्ठा होकर आराधना करने में प्रभु सहायता किया। और उसके बाद हम तुरंत फिर से इकट्ठा होकर बच्चों का कार्यक्रम सब देखने में प्रभु मदद किया, इसके लिए प्रभु को धन्यवाद देता हूँ। പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ അധ്യക്ഷൻ ഞാൻ അല്ലായിരിക്കും എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചിരുന്നതുകൊണ്ട് ഞാൻ ഒരുപക്ഷെ അധ്യക്ഷ പ്രസംഗം ചെയ്യേണ്ടി വരില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. और जैसा मैंने शुरू में याद दिलाया वैसा अध्यक्ष मैं नहीं होगा ऐसा सोच के मैं बैठा था, इसलिए मैं वचन प्रचार करने के लिए ऐसा तैयार नहीं था. എങ്കിലും ദൈവം നമ്മോട് സംസാരിക്കുമാറാകട്ടെ. അടിയനിത കേൾക്കുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ അല്ലെങ്കിൽ ആ ഒരു വിചാരത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്നാൽ ദൈവം തീർച്ചയായും നമ്മളോട് സംസാരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. फिर भी हम परमेश्वर की उपस्थिति में प्रार्थना के साथ प्रभु आप अपना वचन के द्वारा मुझसे बात कर, ऐसा प्रार्थना के साथ जो कोई बैठे तो उनसे जरूर प्रभु बात करेगा. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പ്രിയ പൈതങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. और मैंने मेरे विषय में प्रवेश करने से पहले बच्चों लोगों से एक सवाल करना चाहता हूँ. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടോ? और मेरा सवाल है बच्चों से, और बच्चों सुन रहे हो? हाँ. बच्चों से सवाल है कि क्या आप अपना माँ बाप को प्यार करते हैं? എത്ര പേര് സ്നേഹിക്കുന്നുണ്ട്? സ്നേഹിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്കി കാണിക്കാമോ? कितना बच्चे लोग अपना माँ बाप को प्यार करते तो हाथ ऊंचा करें. अपना माँ बाप को कौन कौन प्यार करते हैं? हाथ ऊंचा करो. എല്ലാവരും സ്നേഹിക്കുന്നുണ്ടല്ലേ? वो नहीं करते. എല്ലാ പൈതങ്ങളും കൈവക്കി എല്ലാവരും പറയുന്ന എല്ലാവരും തങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. सब लोग अभी माँ बाप को प्यार करने लगे हैं. എന്നാൽ ഞാൻ അതിൽ ഒരു കാര്യം കൂടി ഇനി ആഡ് ചെയ്ത് ചോദിക്കാൻ പോവുകയാണ്. और एक बात मैं पूछना चाहता हूँ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പറയുന്നതെല്ലാം അനുസരിക്കാറുണ്ടോ? മമ്മിയും और एक सवाल है, माँ बाप जो भी करते हैं वो सब मानते हैं क्या? അവര് പറയുന്നതെല്ലാം അനുസരിച്ച് ഒരു അനുസരണക്കേട് കാണിക്കാതെ നല്ല കുട്ടികളായിട്ടാണോ നമ്മൾ അവരെ സ്നേഹിക്കുന്നത്? और माँ बाप जो भी बोलते हैं वो सब मानते हैं, मानकर उनको प्यार दिखाते हैं क्या? അങ്ങനെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? കൈവക്കാവോ? ऐसा प्यार करने वाले कितना लोग हैं? उनका कहना सब मानकर तो प्यार दिखाते हैं. അങ്ങനെ ആരുമില്ല അല്ലേ? ऐसा कोई नहीं है. നമ്മളെല്ലാവരും മനുഷ്യരായി നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. और हम इंसान है, इंसान सब ऐसा ही है. നാം നമ്മുടെ മാതാപിതാക്കൾ എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ മക്കളെ വളരെ അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. और हम माँ बाप इधर बैठा है, हर एक माँ बाप अपने बच्चों को प्यार करते हैं. എന്നാൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുവാനായിട്ടാണ് ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. लेकिन जो माँ बाप बच्चों से हमसे प्यार करते हैं उससे भी बढ़कर हमें प्रेम करने वाला एक व्यक्ति है, उसके बारे में बताना मैं चाहता हूँ. മറ്റാരെക്കാളും അധികമായിട്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരേ ഒരു വ്യക്തിയുള്ള ആ വ്യക്തിയുടെ പേര് കർത്താവായ യേശുക്രിസ്തു എന്നാണ്. और किसी से भी ज्यादा हमसे प्यार करने वाला एक ही व्यक्ति है, वो प्रभु यीशु मसीह है. ഞാൻ ഈ വചനം ഇവിടെ പറയുവാനായിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് അനേക ചിന്തകൾ കടന്നു വന്നു. और मैंने ऐसा मैसेज देने के लिए ऐसा सोच रहा था, तब मेरा हृदय में कई विचार आया. അങ്ങനെ ഞാൻ ഒരു വിഷയത്തെ കുറിച്ച് പ്രിപ്പയർ ചെയ്തു. और ऐसा मैंने सोचकर एक विषय को तैयार किया. എന്നാൽ ഇന്ന് അതേ വിഷയം പ്രിയ ചാച്ചൻ എവിടെ നിന്ന് ആരാധനയ്ക്ക് സംസാരിക്കുകയുണ്ടായി. और वही विषय आज चाचन ने इधर आराधना के बाद प्रचार किया. അപ്പൊ എനിക്ക് പ്രശ്നമായി, ഇനിയിപ്പോ ഞാൻ ഏത് വിഷയം സംസാരിക്കുമെന്നുള്ളത്. और अब मैंने सोचा अब मैं कौन सा विषय बताएगा. എങ്കിലും ദൈവം നമ്മെ സഹായിക്കട്ടെ. ചാച്ചൻ പറഞ്ഞതിന്റെ മറ്റൊരു വശത്തെ കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. और चाचन ने जो बातें बोला उसका दूसरा एक साइड में बताना चाहता हूँ. നാം ആരാധനയ്ക്ക് വചന ശുശ്രൂഷയുടെ സമയത്ത് നാം കേട്ടതാണ്, ആ വലിയവനായിരിക്കുന്ന ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു, നാം മറ്റുള്ളവരോട് ദുഃഖിക്കുന്ന മറ്റുള്ളവരോട് എപ്രകാരം ആയിരിക്കണം നമ്മുടെ മനോഭാവം എന്ന് പ്രിയ ചാച്ചനിലൂടെ നമ്മൾ കേൾക്കുകയാണ്. और उस चाचन के द्वारा हमने सुना है कि परमेश्वर हमसे कैसा प्रेम करते हैं और हम दूसरों के दुखों में हम उनके प्रति कैसा होना चाहिए उसका बारे में हमने सुना है. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് ഒരു കൽപ്പന തരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. और यूहन्ना के सुसमाचार 13 अध्याय में जब हम आते हैं वहां प्रभु यीशु मसीह हमें एक आज्ञा देते हैं. 34-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. और उसका 31 में 31वां पद में हम पढ़ते हैं कि प्रभु कहते हैं तुम एक दूसरे से आपस में प्रेम करना, ऐसा एक नया आज्ञा मैं तुझे देता हूँ.
ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. और प्रभु कहते हैं कि जैसा मैंने तुमसे प्रेम किया वैसा तुम भी आपस में प्रेम करो. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. और हमारा प्रभु हमसे कैसा प्रेम किया वो हम सब अच्छे से जानते हैं. ഓരോ കർത്തൃ ദിവസത്തിലും നാം കടന്നു വന്ന് നാം അത് കേൾക്കുകയും വീണ്ടും വീണ്ടും ഓർക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ്. और हर रविवार का दिन में हम यहाँ पर एकत्रित होकर उसी बात को बार-बार याद करते हैं और धन्यवाद करते हैं प्रभु. എന്നാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെതായിരിക്കുന്ന വേളകളൊക്കെയും കടന്നു വരുമ്പോൾ നാം എപ്രകാരം ദൈവത്തോട് ആയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം ദൈവത്തോട് എപ്രകാരമായിരിക്കുന്നു, ആ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് ആ കർത്താവിനെ തിരിച്ച് സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദിച്ചിട്ടാണ്. और हम जब दुनिया में है और दुखमय परिस्थिति से हम गुजरते उस समय में हम प्रभु के साथ कैसा है, कैसा प्रेम प्रभु ने हमारे लिए दिखाया और हमसे किया, उसके अनुसार हम प्रभु से प्रेम हमसे होते है कि नहीं ये हम देखना है. ദുഃഖിക്കുന്നവരോട് കൂടെ ദുഃഖിക്കുവാനായിട്ടുള്ളതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പ്രിയ ചാച്ചൻ പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ്. और जो दुखी लोग हैं उनके साथ हम कैसा दुखी होना उसके बारे में चाचा ने अभी सुनाया था. എന്നാൽ ഇന്ന് അതിന്റെ മറ്റൊരു വിഷയം അല്ലെങ്കിൽ മറ്റൊരു വശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. और लेकिन उसका एक दूसरा एक साइड में आपको बताना चाहता हूं. നാം ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ അല്ലെങ്കിൽ നമ്മെ സ്നേഹിച്ച നമ്മെ സ്വന്തം പുത്രനെ നൽകി സ്നേഹിച്ച ആ ദൈവത്തിന് നമ്മോടുള്ള മനോഭാവം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? और हम जब दुख से गुजरते समय में परमेश्वर हमारे प्रति परमेश्वर का मन क्या है और जो अपना एकलौते पुत्र को भी आदर नहीं किया हमारे लिए दिया उस परमेश्वर का मन में हमारे प्रति क्या विचार होगा? താൻ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് ആ വലിയവനായിരിക്കുന്ന ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. और परमेश्वर ने अपना प्रभु यीशु मसीह ने अपना खुद का लहू लेकर हमको अपनाया और उसको हमारे बारे में एक इच्छा है, एक कामना है. അങ്ങനെ വീണ്ടെടുത്ത നാം വിഷമിക്കുന്നത് കാണുമ്പോൾ, നാം ദുഃഖത്തിന്റെ വേളയിലൂടെ കടന്നു പോകുമ്പോൾ ആ ദൈവം നമ്മോട് എപ്രകാരം ഇടപെടുന്നു എന്നത് വലിയൊരു കാര്യമാണ്. और ऐसी जो प्रभु ने हमें अपनाया तो हमारे जीवन में जब दुख आते हैं और हम क्लेश से गुजरते समय में उस प्रभु का मन में हमारे प्रति कैसा विचार होगा? ഞാനിത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്റെ ജീവിതത്തിൽ ദുഃഖത്തിന്റെയും അല്ലെങ്കിൽ കഷ്ടതയുടെ സമയത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എനിക്ക് പ്രചോദനം നൽകിയ ചില വാക്കുകളാണ്. और मेरा मन में ये विचार मैं इसलिए बताना चाहता हूँ मेरा जीवन में व्यक्तिगत जीवन में मैंने जब दुख से और क्लेश से गुजरा उस समय में मेरे अंदर जो विचार आया वो मैं आपको बता रहा हूँ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം 26 വയസ്സുള്ള ഈ ചെക്കന് എന്ത് വിഷമോ എന്ത് കഷ്ടത ഉണ്ടാവാനാണ്. और शायद आप लोग सोचेगा केवल 26 साल उम्र वाला का क्या दुख हुआ है? ഞാൻ ജീവിതം കണ്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഇവൻ പയ്യനല്ലേ എന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. आप लोग शायद सोचे तो इतना छोटा लड़का है क्या दुख इसने सामना किया और कैसा जिंदगी को देखा ऐसा सोचते होंगे आप लोग. എങ്കിലും ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രായത്തിലുള്ള പൈതലിനും അവന് താങ്ങാവുന്നതായിരിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അവന്റെ ആ ജീവിതകാലത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. और हर एक व्यक्ति को अपना उम्र के हिसाब से उसको जो सहन कर सकते हैं और कर नहीं सकते उस प्रकार का दुख और दर्द होते हैं. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കുള്ള വിഷമം അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പൈതങ്ങൾക്കും അവരുടേതായിരിക്കുന്ന വേദനകളും ഭാരങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. और यहाँ पर बैठे हुए जो उम्र वाला को जितना दर्द वेदना होते हैं उतना ही दर्द वेदना ये छोटा बच्चों को भी है. എന്നാൽ ഈ ദുഃഖത്തിന്റെ സമയത്ത് നമ്മുടെ കർത്താവ് നമ്മോട് ഇടപെടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അല്പസമയം ചിന്തിക്കാൻ. लेकिन ऐसी परिस्थिति में प्रभु हमसे कैसा व्यवहार करते हैं वो हम सोचना है. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ के सुसमाचार 11 अध्याय में हम आएंगे. നമുക്ക് ഏവർക്കും പരിചിതമുള്ള വേദഭാഗമാണ്. और ये भाग हम अच्छे से जानते हैं. നാം ഇന്ന് വചന ശുശ്രൂഷയുടെ ബന്ധത്തിൽ കേട്ട ഒരു വചനം കൂടെയാണ്. പ്രിയ ദാസനായ ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്നതായിരിക്കുന്ന വിഷയമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. आराधना का संबंध में चाचा ने उस भाग से बताया था जो लाजर मर गया तो प्रभु यीशु मसीह वहां जो आके जो किया उसके बारे में. എന്നാലും ഓടിച്ചു വന്നതിന്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ നിന്ന് 1-2 പോയിന്റ്സ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. और वहां से थोड़ा ही कुछ बातें 2-3 बातें बताकर मैं समाप्त करूंगा. അതിന്റെ ഒന്നാം ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നത് മറിയയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നിരുന്നു. और उसका पहला वचन में हम पढ़ते हैं मरियम और उसकी बहन मार्ता के गांव बेथानिया का लाजर नामक एक मनुष्य बीमार था.
അപ്പോൾ ലാസർ എന്ന് പറഞ്ഞ വ്യക്തിയെ നാം അവിടെ കാണുകയാണ്. താൻ വളരെ ദീനമായിട്ട് അവിടെ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. താൻ മരിക്കാറായ ഒരു അവസ്ഥയിലേക്ക് താൻ പോകുന്നതായിട്ട് ഇവിടെ കാണുന്നു. और यहाँ पर हम देखते हैं कि लाजर नामक व्यक्ति बहुत बीमार है और वो मरने पर है, ऐसा में हम देखते हैं। മൂന്നാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സഹോദരിമാർ തന്റെ സഹോദരനെ രക്ഷിക്കുന്നതിനായിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ആളെ അയക്കുന്നതായിട്ട് കാണുന്നു. और उसका तीसरा पद में जब हम आते हैं, वहां उनका बहन लोग, उस भाई का दोनों बहन लोग अपना भाई को मृत्यु से बचाने के लिए यीशु मसीह के पास किसी को भेजकर विनती कर रहे हैं। എന്നാൽ അതിന്റെ അഞ്ചാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു, എന്നിട്ടും അവൻ ദീനമായിരിക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. और हम आगे बढ़ते हैं कि यीशु पांचों पद में यीशु मार्था और उसकी बहन और लाजर से प्रेम रखता था, फिर भी जब उसने सुना कि वो बीमार है तो जिस स्थान पर वो था वहां 2 दिन और ठहर गए. നാം ഒരു പക്ഷെ ചിന്തിച്ചേക്കാം, കർത്താവ് ഇവിടെ അവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ആ ദീനമായി താൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും 2 ദിവസം പിന്നെയും അവിടെ തന്നെ പാർക്കുകയാണ്. तो यहाँ पर हम देखते हैं यीशु मसीह लाजर और उनका दोनों बहन को प्रेम करते ऐसे लिखा है, लेकिन प्रेम करते फिर भी उनका बीमार के बारे में सुना तो जहां वो रहते वहां वो फिर 2 दिन और रह गया, ऐसा पढ़ते हैं. ഒരു പക്ഷെ മാർത്തയും മറിയും തങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടാവും, എന്താണ് കർത്താവ് വരാതെ, ഞാൻ അവിടെ ആളെ അയച്ചിരുന്നല്ലോ, എന്റെ സഹോദരൻ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ആളെ അയച്ചു, ഇതുവരെ കർത്താവ് വന്നില്ലല്ലോ, 2 ദിവസമായി. അവർ ചിന്തിച്ചിട്ടുണ്ടാവും. शायद मार्था और मरिया ने अपने घर पे बैठ के ऐसा सोचते होंगे, प्रभु क्यों नहीं आ रहे, प्रभु क्यों नहीं आ रहे, क्योंकि अपना भाई मरने जा रहे और उसको चंगा करने के लिए प्रभु को बुलाने के लिए आदमी भेजा, लेकिन वो क्यों नहीं आ रहे, ऐसा वो सोचता होगा. നമ്മോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നാം നിരാശരായി പോകാറുണ്ട്. हमारे जीवन में भी कई बार ऐसा होते हैं, हम कई बार प्रभु से प्रार्थना करते हैं लेकिन कुछ जवाब नहीं मिल रहा, कुछ उत्तर नहीं मिल रहा, तो हम बहुत दुखी और नाराज हो जाते हैं. നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നിരാശയുടെ അവസ്ഥയിലേക്ക് പോകാം. वो कारण है, हम जो प्रतीक्षा कर रहे हैं वहाँ आप उत्तर मिलेगा, जब हम प्रतीक्षा कर रहे हैं उस समय में उत्तर नहीं मिलता तो हम निराश हो जाते हैं. നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താണ് കർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ലേ, तब हम ऐसा विचार करते हैं, क्या प्रभु मुझे प्रेम नहीं करते? കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴേക്ക് വരുന്ന വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. लेकिन यहाँ पर नीचे जब हम पढ़ते हैं तब हम देखते हैं प्रभु इनको प्रेम वास्तव में करते या नहीं करते. അങ്ങനെ താഴേക്ക് വായിക്കുമ്പോൾ 11ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശു ലാസറിന്റെ അടുത്തേക്ക് പോകുവാനായിട്ട് താൻ യാത്ര തുടങ്ങാം എന്നുള്ള കാര്യം ശിഷ്യന്മാരെ അറിയിക്കുകയാണ്. और 11 पद में जब हम आते हैं वहां यीशु मसीह ने अपने चेलों से ये बात कहते, उसने ये बातें कही और उनसे कहा कि हम लाजर के घर में जाएंगे. അവിടെ കർത്താവ് ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായില്ല, അവർക്ക് മനസ്സിലായില്ല കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത്. ലാസർ ഉറങ്ങുകയാണ് എന്നാണ് അവർ വിചാരിച്ചത്. और यीशु मसीह ने अपने चेलों से कहा कि हमारा मित्र लाजर सो गया, ऐसा बोला, इसलिए शेर लोगों को पता नहीं चला कि लाजर मर गया. എന്നാൽ അതിന്റെ 14ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശു സ്പഷ്ടമായിട്ട് അവരോട് യഥാർത്ഥത്തിൽ ലാസർ മരിച്ചുപോയി എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നത് കാണാം. लेकिन जब हम 14वें पद में आते हैं वहां शिष्य लोगों को लाजर मर गए समझ में नहीं आया, इसलिए यीशु मसीह क्लियरली उनको बता रहे कि हमारा मित्र लाजर मर गया. അങ്ങനെ പറഞ്ഞിട്ട് 16ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദിദിമോസ് എന്ന തോമസ് എന്താണ് പറഞ്ഞത്? और उसके बाद जब हम आगे आते हैं तो वहां पर यीशु मसीह के चेलों में से एक थॉमस क्या बोला? അവരോട് കൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. तोमा बोल रहे कि उनके साथ मरने के लिए हम भी उनके साथ जाएंगे. തോമസ് വിചാരിച്ചത് ലാസറിന് കൂടെ മരിക്കാൻ വേണ്ടിയാണ് യേശു വരാൻ പറഞ്ഞത്. तोमा ने ऐसा सोचा कि लाजर मर गया ऑलरेडी, तो लाजर के साथ मरने के लिए यीशु मसीह भी जा रहे हैं, तो हम भी उनके साथ मरने के लिए जाएंगे. 14ാം വാക്യത്തിൽ നാം വായിച്ചതേ ഉള്ളൂ, യേശു സ്പഷ്ടമായിട്ട് ലാസർ മരിച്ചു എന്ന് വ്യക്തമായിട്ട് പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. 14वें पद में प्रभु यीशु मसीह शिष्यों को स्पष्ट रूप से बताया लाजर मर गया. എന്നാൽ യേശു എന്താണ് അവിടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് തന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. और यीशु मसीह क्या बात कर रहे हैं, किसका बारे में बात कर रहे हैं, क्या बात कर रहे हैं, ये समझने में अपने शिष्यों को भी नहीं हो पाया. ഈ വാക്യങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആത്മീയമായിട്ടുള്ള ചിന്തകൾ ഇതിൽ നിന്ന് ലഭിക്കും. जब हम इस भाग को पढ़ते हैं तो बहुत सारे आत्मिक विचार हमें वहां मिलते എന്നാൽ हैं. ഇന്നത്തെ വിഷയം അതൊന്നും അല്ലാത്തതുകൊണ്ട് തുടർന്ന് അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. और मैं आगे की ओर बढ़ना चाहता हूं. അവിടെ അതിന്റെ 21ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിനെ ദൂരെ നിന്ന് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മാർത്ത യേശുവിനെ എതിരേൽക്കുവാനായിട്ട് അവിടേക്ക് ചെല്ലുന്ന ഒരു അവസരമാണ് നാം കാണുന്നത്. और उसका 21वां वचन में जब आते हैं वहां मार्था ने यीशु को
स्वीकार करने के लिए जा रहे हैं, ऐसा हम देखते हैं। അവിടെ മാർത്ത പറയുന്നതായിരിക്കുന്ന വാക്യവും അതിനെ കർത്താവ് കൊടുക്കുന്ന മറുപടിയുമാണ് എന്നെ ചിന്തിപ്പിച്ചതായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. और वहां मार्था ने यीशु मसीह को जब मिला, उनसे क्या बात कहा और यीशु उनको क्या उत्तर दिया, वही मेरा मेन विषय है। അതിന് 21-ാം വാക്യത്തിൽ മാർത്ത കർത്താവിനോട് പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. अब देखिए मार्था ने यीशु से क्या कह रहे। यीशु जब आया तो मार्था ने कह रहे, हे प्रभु, यदि तू यहाँ होता तो मेरा भाई कदापि ना मरता। മാർത്ത വളരെ അധികമായിട്ട് യേശുവിനെ വിശ്വസിച്ചിരുന്നു. ഒരു പക്ഷേ യേശു തന്റെ കൂടെ തന്റെ സഹോദരൻ ദീനമായി കിടന്നിരുന്നപ്പോൾ, അല്ലെങ്കിൽ ആ മരിക്കുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും കർത്താവ് ഒന്ന് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തന്റെ സഹോദരൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് അവൾ വിശ്വസിച്ചിരുന്നു. अब देखिए यहाँ मार्था के अंदर ऐसा विश्वास था, ऐसा विचार था, मेरा भाई बहुत बीमार है और वो मरने लायक बीमारी में पड़ा है। ये मरने से पहले इसका कितना भी बड़ा बीमार हो, अब प्रभु अगर यहाँ आएगा तो मेरा भाई मरेगा नहीं, वो प्रभु उनको चक्का करेगा। ആ മാർത്ത അവിടെ പറയുന്നത് തന്റെ പ്രത്യാശയുടെ അവസാനത്തെ വാക്കുകളാണ്. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണമെന്ന് തനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ തന്റെ പ്രത്യാശയുടെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകൾ ആ കർത്താവിന്റെ മുമ്പിൽ താൻ തുറന്നു പറയുകയാണ്. मार्था के अंदर जो आशा था, प्रभु जब मेरा भाई कितना भी बड़ा बीमार हो उसको चंगा करेगा, आएगा तो, ऐसा उनका आशा था, विश्वास था। वो उसका लास्ट है, अब उसका मर गया तो फिर क्या करेगा, कुछ नहीं कर सकता। इसी अवस्था पे वो पहुंच गया। കർത്താവ് ഒരുപക്ഷെ ഉള്ളിൽ ചിരിച്ചു കാണും. शायद प्रभु अंदर मुस्कुराया होगा, കാരണം കർത്താവ് വന്നത് മരിച്ച ലാസറിനെ ഉയർപ്പിക്കാനായിട്ടാണ്. क्योंकि प्रभु इसलिए आया है, मर गया हुआ लाजर को जिंदा करने के लिए वो आया है। എന്നാൽ അവൾ മാർത്ത ചിന്തിച്ചത് താൻ മരിക്കുന്നതിന് മുമ്പേ കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള ചിന്താഗതിയോടെയാണ് മാർത്ത പറയുന്നത്. लेकिन मार्था का विचार है कि मरने से पहले अगर प्रभु आता तो भाई को चंगा कर सकता था, लेकिन अभी मर गया तो क्या कर सकता है, कुछ नहीं कर सकता। 23-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. आगे यीशु मसीह उनसे कहते हैं कि तेरा भाई जी उठेगा। എങ്കിലും എന്നിട്ടും മാർത്തയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മാർത്ത 24-ാം വാക്യത്തിൽ പറയുന്നത്, അതെ, ഒടുക്കത്തെ നാളിൽ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്നാണ് പറയുന്നത്. लेकिन मार्था को वो भी विश्वास नहीं हुआ। मार्था कहते हाँ मैं जानता हूँ अंतिम दिन में वो जी उठेगा। നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. കർത്താവ് പറയുന്ന കാര്യങ്ങളുടെ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന ആശയം എന്തെന്ന് പലപ്പോഴും നാം തിരിച്ചറിയാറില്ല. कई बार हम भी ऐसा है, प्रभु जो बता रहे उसका असली मतलब क्या है हम कभी समझते नहीं। ഇവിടെ അതിന് കർത്താവ് ഒരു മറുപടി പറയുന്നത് എന്നെ വളരെ പ്രചോദനം തന്നിട്ടുള്ള ഒരു വാക്യമാണ്. और प्रभु ने उसको क्या उत्तर दिया, ये मुझे बहुत उत्साहित करते हैं। യേശു പറയുകയാണ്, മാർത്തേ, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. और प्रभु कहते हैं कि हे मार्था, जीवन और पुनरुत्थान नहीं हूँ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. और जो मुझ पर विश्वास करते हैं वो मरेगा तो भी जिएगा। മാർത്തയ്ക്ക് എത്ര വലിയ ആശ്വാസമാണ് അവിടെ ലഭിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. मार्था को कितना शांति वहां मिला ये हमें पता नहीं। എങ്കിലും മാർത്ത തിരിച്ച് തന്റെ സഹോദരിയായ മറിയെ വിളിക്കാനായിട്ട് തിരിച്ച് തന്റെ ഭവനത്തിലേക്ക് और हम देखते हैं मार्था अपने घर में गया मरिया को बुलाने के लिए। മാർത്ത വന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഉടനെ തന്നെ മറിയ എഴുന്നേറ്റ് കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് വീണ്ടും പുറത്തേക്ക് और ചെന്നു. मार्था जाके मरिया को यीशु मसीह आया है बोला तो मरिया तुरंत उठकर यीशु के पास आ रहा है। 32-ാം വാക്യത്തിൽ മറിയ കർത്താവിന്റെ അടുക്കിലേക്ക് എത്തി കർത്താവിന്റെ കാൽക്കൽ വീണ് കരയുന്ന ഒരു ചിത്രം നമുക്ക് അവിടെ കാണാം. 32वें पद में मरिया यीशु मसीह के पास आया और उसका पाँव में गिरकर उनसे रोते हैं। ഇവിടെ വീണ്ടും മറിയ അതേ മാർത്ത പറഞ്ഞ അതേ വാക്കുകൾ വീണ്ടും പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ല. जो बहन ने जो बातें बोला था, मार्था ने जो बातें बोला था, सही बात मरिया भी यीशु मसीह से कहते हुए हम देखते हैं, प्रभु तू यहाँ होता हमारा भाई नहीं मरता। മാർത്തയുടെയും മറിയയുടെയും ഈ കരച്ചിലുകൾ അവിടെ കൂടിയുന്ന യഹൂദന്മാരുടെയൊക്കെയും ഈ ദുഃഖം കണ്ടപ്പോൾ നമ്മുടെ കർത്താവിനെ സഹിക്കുവാനായിട്ട് സാധിച്ചു. और मार्था और मरिया का दुख और उनका विलाप और वहां आया हुआ यहूदी उनका गांव वाला का विलाप सब देखा तो प्रभु को भी बड़ा दुख हुआ। 34-ാം വാക്യത്തിൽ നാം ഒരു പ്രത്യേക പദം കാണുകയാണ്. യേശുവിനെ കുറിച്ച് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവന്റെ ഉള്ളം നൊന്ത് കലങ്ങി. और हम आगे जब आते हैं वहां हम देखते हैं यीशु मसीह मन में बड़ा दुखी होकर रोया, ऐसा पढ़ते हैं। 35-ാമത്തെ വാക്യത്തിൽ യേശു കണ്ണുനീർ വാർത്തു. 35वें पद में पढ़ते हैं यीशु रोया। പ്രിയ ദൈവജനമേ, ഞാൻ ഇന്ന് പറയട്ടെ, നമ്മുടെ ദുഃഖത്തിൽ നമ്മുടെ കഷ്ടതയുടെ വേളകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളതെന്നുള്ളതാണ്. तो प्यारों, मैं आपसे ये बात कहना चाहता हूँ, हमारे दुख में, हमारे वेदना में, हमारे क्लेशों में जो हमारे साथ तरस नहीं खा सकता, ऐसा एक
महायाजक नहीं है हमारा प्रभु। ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിരിക്കുന്ന ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. हाँ, यहाँ बैठे हुए हम हर एक व्यक्ति को अपना अपना दुख और क्लेश और कई प्रकार की परेशानियां हम हर एक व्यक्ति के जीवन में है। ഒരുപക്ഷെ പുറത്തു പറയാൻ സാധിക്കാത്ത രീതിയിൽ മനസ്സിലെ വ്യതകളും മനസ്സിലെ വിഷമങ്ങളും കൊണ്ടുനടക്കുന്നവരായിരിക്കാം ഇവിടെ ഇരിക്കുന്നത്. शायद ऐसा भी हो सकता है, आप लोगों में से कई लोग ऐसा भी हो सकता है जो दूसरों से बोल भी नहीं सकता, ऐसा दुख मन में रख के घूमते होंगे। ഒരുപക്ഷെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുവാൻ പോലും സാധിക്കാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് നടക്കുന്നവരായിരിക്കും. शायद और किसी से भी बोल नहीं सकता, इसलिए हम अपने अंदर वो दुख को रख के खुद रोते हुए चलते होंगे। ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ പ്രത്യാശയുടെ വാക്കുകൾക്ക് അപ്പുറത്ത്, നമ്മുടെ അവസാനത്തെ വാക്കിന്റെ അപ്പുറത്തും നമ്മൾ ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം നാം ആയിരിക്കുന്നത്. और शायद इस मार्था और मरियम के समान अपने आशा का अंतिम तक हम पहुंच गया, आगे कुछ नहीं कर सकता, ऐसा परिस्थिति में हो सकता है। എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞ ഒരു നല്ല കർത്താവിനും ജീവിക്കും. और लेकिन हमारा प्रभु ऐसा प्रभु है और वो कहते हैं कि मैं जीवन और पुनरुत्थान हूं, ऐसा कहा हुआ प्रभु हमारे लिए सामने खड़ा है। നമ്മുടെ ദുഃഖത്തിൽ അവന്റെയും ഉള്ളം നൊന്ത് കലങ്ങുകയും കണ്ണുനീർ വാർക്കുകയും ചെയ്യുന്ന ഒരു നല്ല കർത്താവാണ്. और वो प्रभु ऐसा प्रभु है, हमारा दुख देखकर वो भी दुखी होते हैं और हमारा आंसू देखकर वो भी आंसू बहाते हैं। നാം പലപ്പോഴും ഈ ദൈവത്തെ ദൈവം ദൈവം എന്ന് വിളിച്ച് സംബോധന ചെയ്യാറുണ്ട്. हम कई बार उसको परमेश्वर परमेश्वर बोलकर बुलाते हैं। എന്നാൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ ദൈവം എന്ന പദവിയേക്കാൾ അധികമായിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് നമ്മെ ആ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. मत्ती का सुसमाचार अध्याय 6 में जब हम आते हैं, वहां हम देखते हैं परमेश्वर ऐसा जो रिश्ता है, परमेश्वर और हमारे जो रिश्ता है, उससे बढ़कर एक रिश्ता में परमेश्वर ने हमें ले आया। അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആകാശത്തിലെ പറവകളെ നോക്കിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നുമില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. वहां प्रभु यीशु मसीह कहते हैं, आकाश का पक्षियों को देखो, वो नहीं बोते हैं, ना काटते, ना इकट्ठा करके रखते हैं, उनको तुम्हारा पिता उनको खिलाते हैं, ऐसे यीशु मसीह कहते हैं। രക്ഷിക്കപ്പെട്ട ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നാം അവന്റെ മക്കളാണ്, അല്ലെങ്കിൽ അവൻ നമുക്ക് പിതാവാണ് എന്നുള്ളതാണ്. और उद्धार पाया हुआ हर एक व्यक्ति का धन्य अवस्था ये है कि वो सर्वशक्तिमान परमेश्वर का संतान बन गया। അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ എന്നവരെ എടുത്ത് ചോദിക്കുകയാണ്. इसलिए प्रभु ऐसा पूछते, क्या तुम उस पक्षियों से भी बेहतर नहीं है? കൂട്ടിവെക്കാത്ത കളപ്പുരകളിൽ കൂട്ടിവെക്കാതെ വിതയ്ക്കാത്ത കൊയ്യാത്ത പറവകളെ ദൈവം പോറ്റി പുലർത്തുന്നുവെങ്കിൽ നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും പോറ്റി പുലർത്തുവാനായി ദൈവം ശക്തനല്ലേ? मतलब जो बोते नहीं है, काटते नहीं है, कोठरी में इकट्ठा नहीं करता, फिर भी हमारा पिता उस पक्षियों को खिलाते हैं, तो उस पक्षियों से क्या हम बेहतर नहीं है? മകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ മകൾ എന്ന നിലയിൽ ആ പിതാവിന്റെ അടുത്തേക്ക് ചെന്ന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ പിതാവ് നമുക്ക് എന്തെങ്കിലും തരാതിരിക്കുമോ? तो प्यारो, हम अगर उनका संतान बन गया है, हम उसका बच्चा के रूप में उनके पास जाकर अगर कुछ मांगेगा तो क्या वो नहीं देगा? റോമാലേഖനം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? रोमियो का पत्र 8वां अध्याय का 32वां पद में हम पढ़ते हैं, उसने अपना एकलौते पुत्र को भी रख नहीं छोड़ा और उसे हम सबके लिए दे दिया, तो क्या नहीं दूंगा पैसा? ദൈവജനമേ, ആ ദൈവം നമ്മെ സ്നേഹിച്ചത് സ്വന്തം പുത്രനെ തന്നെ നൽകിയാണ്. तो प्यारो, प्रभु ने परमेश्वर ने हमें ऐसा प्रेम किया कि उसने अपने एकलौते पुत्र को दे दी। ആ പുത്രനെ തരുവാനായിട്ട് ദൈവം മടിച്ചില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തരുവാനായിട്ട് ദൈവം മടിക്കുമോ? तो परमेश्वर के लिए सबसे बड़ा है अपना पुत्र, उसको अगर हमारे लिए दे दिया तो फिर क्या नहीं दूंगा? നമ്മുടെ സഹതാപങ്ങളിൽ സഹതാപം കാണിക്കുന്ന, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ഒരു നല്ലവനായിരിക്കുന്നത് यारो, हमारा दुर्बलता में तरस खाने वाला एक अच्छा प्रभु हमारे लिए है। ഈ ദൈവം നമ്മെ സഹായിച്ച അല്ലെങ്കിൽ ദൈവം നമ്മെ സ്നേഹിച്ച വിധങ്ങളെ സങ്കീർത്തനം 23-ൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പറയുവാനായിട്ട് മറ്റൊരു വാക്യം അല്ലെങ്കിൽ ഒരു വചനമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. तो प्रभु ने हमसे जो तरस खाया, हमसे जो प्रेम किया, उसको बताने के लिए भजन संगीता 23 में जो शब्द इस्तेमाल किया, उससे बढ़कर कुछ शब्द है ये मैं नहीं सोचता। 23-ാം സങ്കീർത്തനം വായിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. और भजन संगीता 23 पढ़ के समाप्त करने के लिए मैं चाहता हूं। അതിന്റെ ഓരോ വാക്യങ്ങളും യഹോവ അല്ലെങ്കിൽ ദൈവം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, എന്താണ് തന്നിരിക്കുന്നത്, നമ്മെ ദൈവം സ്നേഹിക്കുന്ന നമുക്ക് ദൈവം എന്താണ് തന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. और उसका हर एक पद में, हर एक वचन में प्रभु ने हमें प्रेम करके हमें क्या क्या दिया उसका वर्णन किया है। നമുക്ക് വായിക്കാം 1-ാം വാക്യം, 1-ാമത്തെ വചനം: യഹോവ എന്റെ ഇടയനാകുന്നു. वहां हम पढ़ते, यहोवा मेरा चरवाहा है। നമുക്ക്
നമുക്ക് ഒരു ബന്ധം യഹോവയുമായിട്ട് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. हमें परमेश्वर के साथ एक रिश्ता आ गया। ഇടയനാണ്, ഞാൻ അവന്റെ ആടാണ്. वो मेरा चरवाहा और मैं उसका भेड़। തുടർന്ന് വായിക്കുകയാണ്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. और पढ़ते हैं मुझे कुछ गति ना होगी। ദൈവത്തിന്റെ ദയ, കരുണ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. वहां पर परमेश्वर की दया और करुणा को देखते हैं। രണ്ടാം വാക്യത്തിലേക്ക് കടന്നു വരിക, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. और दूसरा पद में पढ़ते हैं वो मुझे हरी हरी चराई में बैठाता है। എന്താണത് കാണിക്കുന്നത്? നമുക്ക് വിശ്രാമം നൽകുന്ന ഒരു ദൈവത്തെ. वो क्या दिखाते हैं? वो हमें विश्राम देते हैं। തുടർന്ന് വായിക്കുന്ന, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. और हम पढ़ते हैं मुझे सुखदाई जल के झरने के पास ले चलता है। ഭക്ഷണവും വെള്ളവും തന്നു നമ്മെ പോറ്റി പുലർത്തുന്ന ഒരു ദൈവം. तो हम देखते हैं हमें खाने के लिए, भोजन पीने के लिए पानी देकर हमें पालन पोषण करने वाला एक परमेश्वर के बारे में यहाँ बताया है। മൂന്നാം വാക്യത്തിലേക്ക് വരിക, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. तीसरा पद में हम पढ़ते हैं वो मेरे जी में जी ले आता है। സൗഖ്യത്തെ നൽകുന്ന ഒരു ദൈവം. मतलब चंगाई देने वाला प्रभु। തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. और हम पढ़ते हैं धर्म के मार्ग में वो अपने नाम के निमित्त मेरी अगुवाई करता है। മാർഗനിർദ്ദേശം അല്ലെങ്കിൽ ഗൈഡൻസ് തരുന്ന ഒരു ദൈവം. इसका मतलब है कि हमें चलने का रास्ता दिखाने वाला प्रभु। നാലാമത്തെ വാക്യം, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും. और वचन 4 में हम पढ़ते, चाहे मैं घोर अंधकार से भरी हुई तराई में होकर चलूं। ജീവിതത്തിലെ പരീക്ഷണങ്ങളെ അവ കാണിക്കുക. हमारा जीवन का कठिन परिस्थिति को ये दिखाते हैं। ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. वहां पर भी वचनकार कहते तो भी हानि से ना डरूंगा क्योंकि तू मेरा साथ रहता है। ദൈവികമായ സംരക്ഷണത്തെ അവിടെ കാണുക. देखो परमेश्वर हमें कितना सुरक्षित रखता നീ है। എന്നോട് കൂടെ ഇരിക്കുന്നു. और कहते तू मेरे साथ रहता അത് है। ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. वो परमेश्वर का विश्वास योग्यता को दिखाते हैं। നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. तेरे सोटे और तेरे लाठी मुझे शांति मिलती है। അത് ദൈവം നമ്മെ അനുസരണ പഠിപ്പിക്കുകയാണ്. तो ये क्या दिखाते हैं? परमेश्वर हमें आज्ञाकारी बनाते हैं। അഞ്ചാം വാക്യത്തിലേക്ക് വരിക, എന്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരു. 5वां पद में हम पढ़ते तू मेरे सताने वाले का सामने मेरे लिए मेज बिछाता है। നമുക്കൊരു പ്രത്യാശ തന്നിരിക്കുന്ന ദൈവം. तो हमें एक आशा दिया है। ശത്രുക്കളുടെ മുമ്പാകെ എനിക്ക് വിരുന്നൊരുക്കുന്ന तो ദൈവം. हमें सताने वाला का सामने भी हमारे लिए वो सब तैयार मेज बिछाते, हमें एक बड़ा आशा प्रभु दिया। എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. और हम पढ़ते हैं तू मेरे सिर पर तेल मला है। നമ്മെ പരിഗണിക്കുന്ന, നമുക്ക് പരിഗണന നൽകുന്ന ദൈവം. मतलब हमें अपना प्रथम स्थान देने वाला प्रभु। എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. और मेरा कटोरा उमड़ रहा है। സമൃദ്ധി നൽകുന്ന ദൈവം. हमें समृद्धि देने वाला, भरपूर देने वाला प्रभु। ആറാം ഭാഗത്തിലേക്ക് വരിക, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. 6वां पद में पढ़ते निश्चय भलाई और करुणा जीवन पर मेरे साथ साथ बनी रहेगी। നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. और हमें आशीष देने वाला प्रभु। ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. और मैं यहोवा के धाम में सर्वदा वास करूंगा। ഒരു ഉറപ്പാണ്, ഒരു സെക്യൂരിറ്റിയാണ്. वो हमारा सबसे बड़ा नींव का रूप में और सुरक्षा के रूप में बताया। വെറുതെ വസിക്കുമെന്നല്ല, ദീർഘകാലം വസിക്കും. और या एक दो दिन रहेगा ऐसा नहीं, हमारा जीवन भर रहने അത് वाला है। നിത്യതയാണ് കാണിക്കുന്നത്, ഇറ്റേണിറ്റി. और मतलब ये अनंत काल तक हमारे साथ रहने वाला प्रभु। ദൈവജന്മ ഞാനെന്ന് ചോദിക്കട്ടെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അവനോട് കൂടെ സകലവും നമുക്ക്. प्यारे परमेश्वर का लोगों में आप लोगों से ये सवाल करना चाहता हूँ, अगर उसने अपना एकलौते पुत्र को रख नहीं छोड़ा और उसको हमारे लिए दिया है तो आपका क्या वो नहीं देगा। ഇന്ന് പോൽക്കാലം നമ്മെ കൽപ്പിച്ച വചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. और आज का इस दिन का आशीष के लिए हम प्रभु को धन्यवाद करें। ഇങ്ങനെ നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി തണുപ്പുമിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സകലവും നൽകിയ ആ ദൈവത്തെ നമുക്ക് മോശപ്പെടും. और इसी प्रकार आप हमारे लिए उत्तर कराया, हमारे लिए सब कुछ दे दिया हुआ उस प्रभु को हम प्रयास करें। നമ്മുടെ ദുഃഖത്തിന്റെ വേളകളിൽ, നമ്മുടെ കഷ്ടതയുടെ വേളകളിൽ, നാം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ളം നൊന്ത് കലങ്ങുന്ന, കണ്ണുനീർ വാർക്കുന്ന ഒരു നല്ല സ്നേഹിതൻ നമുക്ക്. और हमारा दुख का समय में, हमारा क्लेश का समय में, हमारी पीड़ा के समय में हमें देखकर हमारे साथ आंसू बहाने वाला प्रभु हमारे साथ ആ है। ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, അവനെ തുടർന്ന് നമുക്ക് ആരാധിക്കാം. ആ വലിയ ദൈവത്തിന്റെ നാമം और उस प्रभु को हम स्तुति करें, आराधना करें, उसका नाम का महिमा के लिए प्रार्थना जीवन बिताएं। ഒരു അവസരം തന്ന ദൈവസഭയോടും ഇവിടുത്തെ ദാസന്മാരുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്ന ദൈവത്തിന്റെ നാമം മാത്രമേ നന്ദി. और ऐसे अवसर दिया हुआ कलीसिया को और कलीसिया का प्रियजनों को मेरा आभार प्रकट करके समाप्त करना चाहता हूँ। प्रभु के नाम की महिमा।